ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എൽ ഓർബിറ്റൽസ് റൂള്. ഇനി അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡിറ്റർമിനന്റ് ഫോംസ്. ഇൻഡിറ്റർമിനന്റ് ഫോംസിന്റെ ഡെഫിനിഷൻ നോക്കാം. ദ ലിമിറ്റ് ഓഫ് എ ഫോം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് where limit extends to x naught f of x and limit extends to x naught g of x are both equal to 0 or infinity. So the quotient rule cannot be applied. Such limits are called indeterminate form. ഒന്നുമില്ല, എന്താണ്? ഒന്നില്ലെങ്കിൽ 0/0 ഫോമിലേക്ക് വരില്ല. ബോത്ത് എന്താണ്? ഈക്വൽ ടു 0 അല്ലെങ്കിൽ 0/0 വരാം, അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഇൻഫിനിറ്റി വരാം. അപ്പോൾ ഇങ്ങനത്തെ ഫോം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻഡിറ്റർമിനന്റ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ കുറച്ച് ഫോംസുകൾ ഉണ്ട്. ഇൻഡിറ്റർമിനന്റ് ഫോംസ് പറയുന്നത് 0/0 ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 into ഇൻഫിനിറ്റി, 0 raised to 0, ഇൻഫിനിറ്റി raised to 0, 1 raised to ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? ഇൻഡിറ്റർമിനന്റ് ഫോംസുകളാണ്. അടുത്തത് തിയറമാണ്. തിയറം എന്താണ് പറയുന്നത്? അല്ലെ, എൽ ഓർബിറ്റൽ റൂൾ പ്രിമിലറി വെർഷൻ ആണ്. ഞാൻ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ in an open interval containing x naught. Assume that f of x naught equal to g of x naught equal to 0. If g dash of x naught not equal to 0, then limit extends to x naught f of x by g of x equal to f dash of x naught by g dash of x naught ആണ്. ഇവിടെ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണ് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ആദ്യം നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടിന്റെ ഇക്വേഷൻ ആണ്, അതേപോലെ എന്താ ജി ഡാഷ് ഓഫ് എക്സ് നോട്ടിന്റെ ഇക്വേഷൻ ആണ്. അത് ആദ്യം എടുത്ത് തരാം. അതാണ് വി നോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു in limit extends to x naught f of x minus f of x naught divided by x minus x. അതേപോലെ എന്താ g dash of x naught equal to limit extends to x naught g of x minus g of x naught divided by x minus x naught. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? assume that f of x naught equal to g of x naught equal to എന്താണ്? 0 തന്നിട്ടുണ്ട്. അതെടുത്ത് എഴുതാം. assume that f of x naught equal to g of x naught equal to 0. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എടുക്കുകയാണ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എഴുതി. ഇനി മുകളിലും താഴെ അല്ലെ എഫ് ഓഫ് എക്സ് മൈനസ് 0 ആക്കി എഴുതി, അതേപോലെ ജി ഓഫ് എക്സ് മൈനസ് 0 ആക്കി എഴുതി കൂടെ അല്ലെ. അങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിനെ കിട്ടും. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എന്താ പറഞ്ഞത്? അല്ലെ എഫ് ഓഫ് എക്സ് നോട്ട് ആക്കി എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ ആക്കി എഴുതാം? ജി ഓഫ് എക്സ് നോട്ട് ആക്കി എഴുതാം. ഞാൻ ആദ്യം മുകളിൽ എന്താക്കിയതാണ്? എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ minus f of x naught all divided by g of x in minus g of x naught ആക്കി എഴുതി. ഇനി നമ്മൾ അറേഞ്ച് ചെയ്യാണ്. ആദ്യം f of x minus f of x naught into 1 by g of x minus g of x naught ആക്കി മാറ്റി എഴുതി. ഇനി ഇതിന്റെ താഴെ മുകളിൽ എന്ത് ചേർക്കുക വെച്ചാൽ ഒരു x minus x naught കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ എന്ത് ചെയ്തു? ഡിവിഷൻ നടത്തി. ഇവിടെ എക്സ് മൈനസ് എക്സ് നോട്ട് ആക്കി എഴുതി ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ആക്കി മാറ്റി. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എങ്ങനെ? ടേക്കിംഗ് ലിമിറ്റ് ബോത്ത് സൈഡ് ആസ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ആക്കി. അപ്പൊ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് f of x by g of x equal to limit x tends to x naught f of x minus f of x naught by x minus x naught into x minus x naught by g of x minus g of x naught ആണ്. ഇനി ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ? ഈക്വൽ ടു ലിമിറ്റ് x tends to x naught f of x minus f of x naught by x minus x naught into limit x tends to x naught x minus x naught by g of x minus g of x naught equal to ഇതെന്താണ് നമുക്കറിയാം അല്ലെ? f dash of x naught ആണ്. ഇനി ഇതിനെങ്ങനെ എഴുതാം അല്ലെ? g dash of x naught ആണ്. ഇപ്പൊ എന്ത് കിട്ടി? ലിമിറ്റ് x tends to x naught f of x by g of x എന്ന് പറഞ്ഞാൽ എന്താണ്? f dash of x naught by
ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണ് കിട്ടിയത്. ഇനി അടുത്ത തിയറം എന്താ പ്രത്യേകത്തിന്? എൽ ഓപ്പിറ്റൽ റൂൾ ഫൈനൽ വെർഷൻ ആണ്. എന്താ സ്റ്റേറ്റ്മെന്റ്? ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ containing x naught except the perhaps at the x naught itself assume a g of x not equal to 0, g dash of x not equal to 0 for x in interval about x naught comma x not equal to x naught. You see f and g are continuous at x naught with f of x naught equal to g of x naught equal to 0 and നാലാമത്തെ കണ്ടീഷൻ limit x tends to x naught f dash of x by g dash of x equal to L. ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടും അല്ല, ലിമിറ്റ് x tends to x naught f of x by g of x എന്ന് പറഞ്ഞാൽ എന്താണ്? L ആണ്. നമ്മൾ ഇൻഡിറ്റർമിനന്റ് ഫോംസ് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിനെ ഞാൻ കാറ്റഗറൈസ് ആക്കി മാറ്റി എഴുതിയെന്നുള്ളൂ. എന്താണ് ഇൻഡിറ്റർമിനന്റ് ഫോം? എന്താണ് 0 by 0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 into infinity or infinity minus infinity. ഇനി വേറെ ഇൻഡിറ്റർമിനന്റ് ഫോം ഏതൊക്കെയാണ് അല്ലെ? 1 raised to infinity or 0 raised to 0 or ഇൻഫിനിറ്റി raised to 0 ആണ്. അപ്പൊ നമ്മൾ 4 കാറ്റഗറി ആക്കി എന്ത് ചെയ്തു? മാറ്റി എഴുതി. ഇനി എപ്പോഴാണ് നമ്മൾ എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്ന ഫംഗ്ഷനകത്ത് ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 0 by 0 കിട്ടണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി കിട്ടണം. ചില കേസിൽ നമ്മൾ എന്തിട്ടും 0 into ഇൻഫിനിറ്റി വരും, അതും ഇൻഡിറ്റർമിനന്റ് ഫോം തന്നെയാണ്. ഇനി 1 raised to ഇൻഫിനിറ്റി വരും, അതും ഇൻഡിറ്റർമിനന്റ് ഫോം തന്നെ. പക്ഷെ ഇത് രണ്ട് വന്നാലും ഇതിൽ ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഫോമാറ്റിലേക്ക് മാറ്റി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ എൽ ഓപ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സാമ്പിളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിറ്റർമിനന്റ് ഫോം 0 by 0 ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x tends to 1 x cube minus 1 all divided by x minus 1 അല്ലെ. ഇപ്പൊ തന്ന ലിമിറ്റ് ഏതാണ്? ലിമിറ്റ് x tends to 1 x cube minus 1 by x minus 1. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ? 1 minus 1 അല്ലെ, 1 cube minus 1 by 1 minus 1. എന്തായത്? 0 by 0 ഫോമിലേക്ക് വന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യുക അല്ലെ? ഇപ്പൊ 0 by 0 ഫോം ആണ് വന്നത്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമുക്ക് റിസൾട്ട് അറിയാം. ലിമിറ്റ് x tends to x naught f of x by g of x ആണെങ്കിൽ അപ്പൊ എങ്ങനെയായിരുന്നു അല്ലെ? f dash of x by അല്ലെ x naught by g dash of x naught ഏതാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലിമിറ്റ് x tends to 1 x cube minus 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x square ആയി അല്ലെ. 1 ഡിഫറൻഷിയേറ്റ് 0 by x minus 1 ഡിഫറൻഷിയേറ്റ് 1. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 3 into 1 square equal to 3 into 1 equal to 3. അപ്പൊ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ ഇതാണ് ഇതിന്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x tends to 0 cos x minus 1 all divided by sin x. ഇപ്പൊ ലിമിറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. ലിമിറ്റ് x tends to 0 എന്താണ്? cos x minus 1 by sin x. വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? cos 0 minus 1 by sin 0 അല്ലെ. cos 0 1 ആണ്, 1 minus 1 by sin 0 0. അപ്പൊ 0 by 0 ഫോമിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യുക? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എന്താ? ലിമിറ്റ് x tends to 0 അല്ലെ. ഇപ്പൊ എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കോസിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ് ആണ്. ഇതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആയി ബൈ സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കോസ് എക്സ് ആയി. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് സൈൻ 0 ബൈ കോസ് 0. കോസ് 0 എത്രയാണ്? 1 ആണ്. സൈൻ 0 എത്രയാണ്? 0 ആണ് അല്ലെ. വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x tends to 0 cos x minus 1 all divided by x square ആണ്. ഇപ്പൊ തന്ന ഫംഗ്ഷൻ ചെയ്ത ലിമിറ്റ് x tends to 0 cos x minus 1 by x square. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? cos 0 minus 1 by 0 square എന്നാണ്. 1 minus 1 by 0 that is 0 by 0 അല്ലെ. ഇപ്പൊ 0 by 0 ഫോം വന്നു. എന്ത് ചെയ്യാം? എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ. ഇപ്പൊ ലിമിറ്റ് x tends to 0 അല്ലെ. അതിന് ഡെറിവേറ്റ് ചെയ്യുക. കോസിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ്? 0 ബൈ x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x ഈക്വൽ ടു അല്ലെ. ഒരു 1/2 കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് ഇട്ടു. ഒരു മൈനസും കോൺസ്റ്റന്റ് ഔട്ട് സൈഡ്. ലിമിറ്റ് x tends to 0 sin x by x അല്ലെ. ഇത് റിസൾട്ട് ആണ്. എന്താണ് വരുന്നത്? 1. അപ്പൊ മൈനസ് 1/2 ഇൻറ്റു 1 ഈക്വൽ ടു എന്തായി? മൈനസ് 1/2 കിട്ടി. ലിമിറ്റ് x tends to 0 sin x by x എന്ന് പറഞ്ഞാൽ 1 ആണ്, റിസൾട്ട് ആണ്. അപ്പൊ അത് അപ്ലൈ ചെയ്താണ്. മൈനസ് 1/2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ആണ്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to 0 sin x minus
x all divided by tan x minus x. അപ്പോൾ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് x tends to 0 sin x minus x divided by tan x minus x. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 0 minus 0 divided by tan 0 minus 0. അല്ല sin 0 0 ആണ്, അല്ല ഇവിടെ 0, tan 0 0 ആണ്. അപ്പം എന്തായി 0 by 0 ഫോം ആണ്. അപ്പം എന്ത് ചെയ്യുക? എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x tends to 0 sin x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x, x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1, tan x ഡിഫറൻഷ്യേറ്റ് എന്താണ്? sec സ്ക്വയർ x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആണ്. ഇനി ഈക്വൽ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ cos 0 minus 1 by sec 0 minus 1. അപ്പോൾ വാല്യൂ എന്താവും? 1 minus 1 by അല്ലെ cos 0 1 ആണ്, അപ്പോൾ 1 by 1 ആണ്, അപ്പോൾ 1 അല്ലെ 1 minus 1, അത് അഗെയിൻ 0 by 0 ഫോമായി. ഇതിനെ അഗെയിൻ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ? ലിമിറ്റ് x tends to 0 അല്ലെ കോസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താവും? മൈനസ് സൈൻ എക്സ് ആയി ഡിവൈഡഡ് ബൈ എന്തിനും sec സ്ക്വയർ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ? 2 ഫസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 sec x ആയി. ഇനി sec x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താവും? sec x ഇൻറ്റു tan x ആയി ഈക്വൽ ടു ലിമിറ്റ് x tends to 0 മൈനസ് സൈൻ എക്സ് all divided by 2 sec സ്ക്വയർ എക്സ് ഇൻറ്റു tan x കിട്ടും അല്ലേ. അപ്പോൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, sec 0 പറഞ്ഞാൽ 0, tan 0 അപ്പം എന്താ? അഗെയിൻ 0 by 0 ഫോം ആയി. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും എന്ത് ചെയ്യണം? ഇവിടെ എൽ ഓപ്പിറ്റ് റൂള് അപ്ലൈ. അപ്പം എന്താ? ലിമിറ്റ് x tends to 0 ഇനി ഇതൊക്കെ ഈക്വൽ ടു ആണ്, ഇവിടെ ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു, ഇവിടെ ഈക്വൽ. ലിമിറ്റ് x tends to 0 സൈൻ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എന്താവും? അല്ല ഓൾറെഡി മൈനസ് ഇടുമ്പോൾ മൈനസ് കോസ് എക്സ് ആയി. ഇനി ഇതിന് പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? അല്ലേ 2 ഇൻറ്റു ഇവിടെ 2 ആകുമ്പോൾ എന്തായി 4 ആയി. ഇനി sec സ്ക്വയർ എക്സ് tan സ്ക്വയർ എക്സ് ആയി. ഇനി tan എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താവും? sec സ്ക്വയർ എക്സ് ആണ്, അപ്പോൾ 2 ഇൻറ്റു എന്താണ്? sec raised to 4 x കിട്ടി. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ അല്ലേ ഇവിടെ sec സ്ക്വയർ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 ഇൻറ്റു 0 ആയതുകൊണ്ടാണ് 0 by 0 ഫോം ആയി. ഇവിടെ നോക്കുക sec സ്ക്വയർ 0 1 ആയി ഇൻറ്റു tan 0 എന്താണ്? 0 ആണ്. ഇവിടെ 2 ഇൻറ്റു sec 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ. അപ്പോൾ എന്തായി? മൈനസ് 1 by 2 ഈക്വൽ ടു എന്തായി? മൈനസ് 1 by 2 ആണ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് x tends to pi by 4 sec സ്ക്വയർ x മൈനസ് 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4x. അപ്പോൾ എന്ത് ചെയ്യുക? തന്ന ഫംഗ്ഷൻ ലിമിറ്റ് x tends to pi by 4 എന്താണ്? sec സ്ക്വയർ x മൈനസ് 2 ഇൻറ്റു tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4x അല്ലേ. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? sec പൈ ബൈ 4 ആയി ഹോൾ സ്ക്വയർ ആക്കി എഴുതി ഞാൻ, മൈനസ് 2 ഇൻറ്റു tan പൈ ബൈ 4 ആയി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4 ഇൻറ്റു പൈ ബൈ 4 ആയി. ഒന്നുകൂടി മാറ്റി എഴുതുമ്പോൾ sec പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ √2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു അല്ലെ 1 ആയി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് പൈ വരും. അപ്പോൾ കോസ് പൈ പറഞ്ഞാൽ -1. അപ്പോൾ എന്തായി? അല്ലെ 2 മൈനസ് 2 പറഞ്ഞാൽ 0 ആയി, 0 by 0 ഫോമിലേക്ക് വന്നു. ഇതിന്റെ എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ. അപ്പോൾ എന്താ? ഇതിനെ ഡിഫറൻഷ്യേറ്റ് സെപ്പറേറ്റ്. അപ്പോൾ x tends to pi by 4 അല്ലെ sec സ്ക്വയർ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു sec x ഇൻറ്റു tan അല്ലെ tan x വരും. അപ്പോൾ ഒരു വീണ്ടും sec x ഡിഫറൻഷ്യേറ്റ് sec സ്ക്വയർ എക്സ് tan x മൈനസ് അല്ലെ d by dx ഓഫ് sec x എന്ന് പറഞ്ഞാൽ sec x ഇൻറ്റു tan x ആണ്. അപ്പോൾ ഇവിടെ 2 sec സ്ക്വയർ എക്സ് tan x മൈനസ് 2 sec സ്ക്വയർ എക്സ് tan എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ sec സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -4 sin x കിട്ടി. ഇനി വീണ്ടും വാല്യൂസ് അപ്ലൈ ചെയ്യുക. എന്നിട്ടും അല്ലെ sec പൈ ബൈ 4 എന്നാണ് √2 tan 1 ആയി, അപ്പോൾ 2 ആയി. ഇവിടെ എന്തായി? 2 വെട്ടിപ്പോയി. അപ്പോൾ എന്താ? 2 ദാറ്റ് ഈസ് അവിടെ അഗെയിൻ എന്തായി? ഇവിടെ വരുന്നത് 0 by 0 ഫോം ആയി വന്നു. ഫോം ആയിട്ട് ആരൊക്കെ അതൊക്കെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ലിമിറ്റ് x tends to pi by 4 അല്ലെ ഇവിടെ 2 എന്നുണ്ട് sec സ്ക്വയർ എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ tan x -1 ഓൾ ഡിവൈഡ് ബൈ -4 sin 4x അല്ലെ. ഇനി അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മുമ്പ് ആദ്യം ഔട്ട് സൈഡ് എടുത്തു എന്നുള്ളൂ. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് x tends to pi by 4 അല്ലെ ഡിഫറൻഷ്യേറ്റ് sec സ്ക്വയർ എക്സ് ഇൻറ്റു sec സ്ക്വയർ എക്സ് പ്ലസ് അല്ലെ tan x -1 ഇൻറ്റു 2 ഇൻറ്റു sec സ്ക്വയർ എക്സ് ഇൻറ്റു tan x all divided by -8 ഇൻറ്റു cos 4x. ഇനി
മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 അല്ല സീക്ക് റൈസ് ടു 4x പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 2 sec square x tan square x minus 2 into sec square x tan x divided by minus 8 cos 4x. Values apply root 2 all raised to 4 plus 2 into root 2 square into 1 minus 2 into root 2 all square into 1 all divided by minus 8 into minus 1. Value in the 4 plus 4 minus 4 all divided by 8. 4 by 8 that is equal to 1 by 2t. അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 minus x by log x. ഇപ്പോൾ ലിമിറ്റ് x tends to 1 minus x by log x. വാല്യൂസ് ഓർക്കുന്നുണ്ടാവും അല്ലെ 1 minus 1 by log 1 എന്തായി 0 അല്ലെ log 1 that is 0. അപ്പോൾ 0 by 0 ഫോം എന്താ അതിനെ എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി, എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 ആയി, log x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by x. അപ്പോൾ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 minus x വാല്യൂ കൊടുക്കുമ്പോൾ ആൻസർ -1 ആയി. Seventh question, limit x tends to 0 x minus sin x by x cube. So limit x tends to 0 x minus sin x by x cube. So limit value 0 minus sin 0 by 0 cube. 0 minus 0 by 0 that is 0 by 0. But L opposite rule apply limit x tends to 0. Differentiate 1 sin x differentiate cos x differentiate 3x square I. ഇനി വീണ്ടും ലിമിറ്റ് എടുക്കുമ്പോൾ 1 മൈനസ് അല്ല cos 0 1 ആണ് ബൈ ഇവിടെ അപ്പോൾ 0 by 0. അപ്പോൾ അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എക്സ് ബൈ 6x അല്ല മൈനസ് മൈനസ് ഇവിടെ എന്തായി പ്ലസ് ആയി. ഓക്കെ കോസ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസും ഇവിടെ ഒരു മൈനസും ഉണ്ടാവും പ്ലസ് ആയി. 1/6 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് അല്ലെ അത് റിസൾട്ട് ആണ് 1. അപ്പോൾ 1/6 into 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി 1/6 കിട്ടി. ഇനി അടുത്ത ഇൻഡിറ്റർമിനന്റ് ഫോം ആണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log x by x raised to p. അപ്പോൾ തന്നിട്ടുണ്ട് p greater than 0. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log x by x raised to p. അപ്പോൾ വാല്യൂ log ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി raised to p അഥവാ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ. അപ്പോൾ എന്താ താഴെ മോളും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ log x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x ആണ്. എക്സ് റൈസ് ടു പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താവും p ഇൻറ്റു എക്സ് റൈസ് ടു p -1. ഇനി എന്ത് ചെയ്യുക ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഇൻറ്റു p ഇൻറ്റു p റൈസ് ടു 1 ഇൻറ്റു എന്താണ് എക്സ് റൈസ് ടു -1 അല്ലേ. ഈ എക്സ് റൈസ് ടു -1 മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഇൻറ്റു എക്സ് ബൈ p ഇൻറ്റു എക്സ് റൈസ് ടു ബൈ എക്സ് വെട്ടിപ്പോയി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/p ഇൻറ്റു എക്സ് റൈസ് ടു p 1/p ഇൻറ്റു എന്തായി ഇൻഫിനിറ്റി റൈസ് ടു p പറഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അല്ല p ഇൻറ്റു ഇൻഫിനിറ്റി പറഞ്ഞാൽ 1 ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്ത് പറഞ്ഞാൽ 1/ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 sec x by 1 പ്ലസ് tan x അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 sec x by 1 plus tan x വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ sec pi by 2 by 1 plus tan pi by 2 sec pi by 2 ആണ് 1/0 that is infinity. ഇവിടെയും എന്താണ് അല്ലേ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക സെപ്പറേറ്റ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 sec x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ sec x ഇൻറ്റു tan x. ഇനി 1 ഡിഫറൻഷ്യൽ 0 ആണ്. tan x ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ എന്താ sec square x. അപ്പോൾ ഒരു sec x വെട്ടിപ്പോയി. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എന്തായി tan x by sec x അല്ലേ. ഇതിന് sec x നെ എങ്ങനെ മാറ്റിയത് നമുക്ക് അല്ലേ മേലോട്ട് പോകുമ്പോൾ cos x ആയി. tan x നെ മാറ്റിയത് sin x by cos x ഒക്കെ മാറ്റി നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2. ഇനി tan x നെ മാറ്റിയത് നമ്മൾ sin x by cos x ആക്കി. ഇനി 1/sec x എന്ന് പറഞ്ഞാൽ എന്താണ് cos x ആണ്. അപ്പോൾ കോസും വെട്ടിപ്പോയി ബാക്കി ആരുണ്ടാവുള്ളൂ എക്സ് ടെൻസ് ടു പൈ ബൈ 2 sin x ആയി.
അപ്പോൾ എന്താ വാല്യൂ കൊടുക്കുമ്പോൾ സൈൻ പൈ ബൈ 2 അല്ലെ സൈൻ പൈ ബൈ 2 എത്ര വാല്യൂ 1 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി log x by 2 root x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി log x by 2 root x അല്ലെ. അപ്പോൾ എന്താ log ഇൻഫിനിറ്റി ബൈ 2 ഇൻറ്റു ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആയി എന്ത് ചെയ്യുക എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക ഈക്വൽ ടു എന്തായി അല്ലെ log x ഡിഫറൻസ് ചെയ്താൽ 1 by x ആയി റൂട്ട് എക്സിന് ഡിഫറൻസ് ചെയ്താൽ 1 by 2 റൂട്ട് എക്സ് 2 വെട്ടിപ്പോയി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 by x by 1 by root x ഒന്നുകൂടി മാറ്റി എഴുതാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 by x ഇൻറ്റു റൂട്ട് എക്സ്. ഇനി എക്സ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം അല്ലെ താഴത്തിൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആക്കി മാറ്റി എഴുതാം എക്സിനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആക്കി മാറ്റി. അപ്പോൾ റൂട്ട് എക്സും വെട്ടിപ്പോയി എന്താ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 by root x. അപ്പോൾ 1 by എന്തായി റൂട്ട് ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log x by cot x. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 log x by cot x അല്ലേ. അപ്പോൾ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായി log 0 by cot 0 അല്ലെ. log 0 ഇൻഫിനിറ്റി ആണ് ഇവിടെയും 0 by അല്ലെ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആയി. അപ്പോൾ എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 1 by x കോട്ട് എക്സിന് ഡിഫറൻസ് ചെയ്താൽ മൈനസ് കോസീക് സ്ക്വയർ എക്സ് അല്ലെ. നമ്മൾ കോസീക്ക് എക്സ് ഇങ്ങനെ എഴുതാറ് ഇപ്പം ഇങ്ങനെയും എഴുതാറുണ്ട് അല്ലെ. കോസീക്ക് എക്സിന് ഇങ്ങനെയും എഴുതാറുണ്ട്. ഇനി എന്ത് ചെയ്യാം ഇതിനെ അല്ലെ. അപ്പോൾ എന്താവും കോട്ട് എക്സിന് ഡിഫറൻസ് ചെയ്താൽ മൈനസ് കോസീക് സ്ക്വയർ എക്സ് ആണ്. ഇനി എന്ത് ചെയ്യാം ഇതിനെ അറേഞ്ച് ചെയ്യാം അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 by x ഇൻറ്റു 1 by കോസീക് ആണ് സൈൻ സ്ക്വയർ. അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആയി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവില്ല 1 by 0 ഇൻറ്റു സൈൻ സ്ക്വയർ. അപ്പോൾ എന്തായി 0 by 0 ഫോമിലേക്ക് വന്നു അല്ലെ. സൈൻ 0 ഇവിടെ താഴെ 0 അപ്പോൾ 0 by 0. ഇനി അപ്പോൾ എഗെയിൻ എന്ത് ചെയ്യുക എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. ഇനി അപ്പോൾ മുകൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് ആക്കി. ഇനി എൽ ഓപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അല്ലെ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡ് ബൈ 1. ഈ ലിമിറ്റ് അപ്ലൈ അല്ലെ സൈൻ 0 ആണ് കോസ് 0 എന്നാ 1. അപ്പോൾ എന്തായി മൈനസ് 2 ഇൻറ്റു 0 ഇൻറ്റു 1 ഈക്വൽ ടു എന്തിട്ടി 0 കിട്ടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 log പൈ ബൈ 2 മൈനസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ ടാൻ തീറ്റ. അപ്പം ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 log പൈ ബൈ 2 മൈനസ് തീറ്റ ബൈ ടാൻ തീറ്റ പൈ ബൈ അല്ലേ. ഇനി വാല്യൂസ് അപ്ലൈ ചെയ്ത് മൊത്തത്തിലുള്ളതാണ്. ഇനി തീറ്റക്ക് എന്ത് കൊടുക്കുക പൈ ബൈ 2 എടുക്കുമ്പോൾ എന്താവും അല്ലെ log പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ബൈ ടാൻ പൈ ബൈ 2 എന്താ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയി. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തീറ്റ ടെൻസ് ടു പൈ ബൈ 2 ഇതിന് ഡിഫറൻസ് 1 ബൈ പൈ ബൈ 2 മൈനസ് തീറ്റ ഇൻറ്റു മൈനസ് 1 അല്ലെ. ഇതിന് ഡിഫറൻഷിയേറ്റ് മൈനസ് 1. ടാൻ എക്സിന് ഡിഫറൻസ് അല്ലെ ടാൻ തീറ്റ ഡിഫറൻസ് സീക് സ്ക്വയർ തീറ്റ വരും ഈക്വൽ ടു ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 അല്ലെ. ഇതിനെ മാറ്റി എന്താവും കോസ് സ്ക്വയർ തീറ്റ അല്ലെ ഒരു മൈനസ് ഉണ്ടാവും. ഇനി മൈനസ് ഇതിന് താഴോട്ട് പൈ ബൈ 2 മൈനസ് തീറ്റ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ പൈ കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ 0 ബൈ ഇവിടെ പൈ ബൈ 2 കൊടുക്കുമ്പോൾ എന്തായി അല്ലെ പൈ ബൈ 2 ഇവിടെ എന്തായി 0 ആയി 0 ബൈ 0 ഫോം ആയി. അപ്പോൾ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 കോസിന് ഡിഫറൻഷ്യൽ മൈനസ് 2 എന്തായി കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലെ. ഇതിന് ഡിഫറൻസ് ഒരു മൈനസ് ഇവിടെ എന്തായി പ്ലസ് ആയി ബൈ ഇവിടെ മൈനസ് 1 ആയി. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ പൈ ബൈ 2 സൈൻ പൈ ബൈ 2 പറഞ്ഞാൽ 1 ആണ്. കോസ് പൈ ബൈ 2 എന്താണ് 0 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്തായി 0 കിട്ടി. അടുത്ത ഇൻഡിറ്റർമിനന്റ് ഫോം ആയ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഓർ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നതിലേക്ക് എത്തി. ഓക്കെ ഇവിടെ എന്താണ് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. ഈ ക്വസ്റ്റിന് നവംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഈ എക്സിനെ താഴോട്ട് മാറ്റിയത്. അപ്പോൾ എന്താ ലിമിറ്റ് അതിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമാണ് വന്നത്. ഏത് ഫസ്റ്റ് 0 കൊടുത്തു പിന്നെ ലോഗ് ഇൻഫിനിറ്റി 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി
നമുക്ക് ഇവിടെ എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് അല്ലെ 0/0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പൊ അതിലേക്ക് മാറ്റണം ഇതിനെ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ, ഈ എക്സിനെ താഴോട്ട് കൊണ്ട് ഇപ്പൊ log x/1/x ആക്കി. ഓക്കെ, ഇത് ഇതിന്റെയാണ്. അപ്പൊ log x/1/x ഇനി ലിമിറ്റ് അപ്ലൈ. അപ്പൊ എന്താ log 0/1/0 എന്തായി അല്ലെ, log 0 ഇൻഫിനിറ്റി ആണ്, ഇവിടെ എന്തായി ഇൻഫിനിറ്റി. അപ്പൊ ഇതെന്തായി ഏത് ഫോമായി ഇൻഫിനിറ്റി ഫോമിലേക്ക് വന്നു. അപ്പൊ ഈ ഫോമിൽ ഏതെങ്കിലും വന്നു ഇനി ഇതിന്റെ എൽ ഓപ്പറേറ്റർ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ log x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി 1/x ആയി, 1/x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി -1/x². അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈക്വൽ ടു അല്ലെ ഒരു എക്സും വെട്ടിപ്പോയി. ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ -1/x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ, അത് മേലോട്ട് പോകുമ്പോൾ -x വാല്യൂ എന്തായി 0 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x ഇൻറ്റു കോട്ട് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x ഇൻറ്റു കോട്ട് എക്സ് അല്ലെ, ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ഇൻറ്റു അല്ലെ കോട്ട് 0 ഈക്വൽ ടു എന്തായി 0 ഇൻറ്റു അല്ലെ കോട്ട് 0 ആണ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇത് ഫോമായി 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമായി. അപ്പൊ നമുക്ക് ഇതിൽ എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ എങ്കിൽ 0/0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇൻഫിനിറ്റി ഫോമിലേക്ക് വരണം. അപ്പൊ ഇതിനത് മാറ്റി എഴുതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ ഇതിലെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ മാറ്റി എഴുതാണ്. അപ്പൊ എന്താ ഇതിനൊന്ന് മാറ്റി എഴുതി x/, കോട്ട് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ, കോട്ട് എക്സ് കിട്ടാൻ എന്താക്കി ടാൻ എക്സ് ആക്കി എഴുതിയാൽ മതി അല്ലെ. 1/tan x ആണ് നമ്മളെ കോട്ട് എക്സ്, അതിലേക്ക് മാറ്റി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ 0/tan 0. tan 0 എത്രയാ 0. അപ്പൊ 0/0 ഫോമിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്യാ എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഡിഫറൻഷ്യൽ 1, tan x ഡിഫറൻഷ്യൽ sec²x ആണ്. അപ്പൊ 1/sec²0 ദാറ്റ് ഈസ് 1/1 ഈക്വൽ ടു എന്തായി 180. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ എൽ ഓപ്പിറ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് 0/0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇൻഫിനിറ്റി എന്ന ഫോമിലേക്ക് വരണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/sin x -1/x. അപ്പൊ തന്ന ഫംഗ്ഷൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/sin x -1/x. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ 1/0 -1/0 എന്താണ് വരുന്നത് അല്ലെ ഇൻഫിനിറ്റി ഫോമായി. അപ്പൊ ഞാൻ ഏത് ഫോമിലേക്ക് എത്തണം, നമ്മൾ 0/0 ഫോമിലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്ക് വന്നാലോ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇതിൽ ഓപ്പറേറ്റർ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എക്സ് -sin x ആയി x ഇൻറ്റു sin x കിട്ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ 0 -0/0 ഇൻറ്റു sin 0 ആണ് 0. അപ്പൊ 0/0 ഫോം വന്നല്ലോ. ഇനി എന്ത് ചെയ്യാം എൽ ഓപ്പറേറ്റർ റൂൾ അപ്ലൈ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക 1, sin x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos x. ഇനി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അല്ലെ, അപ്പൊ എക്സ് ഇൻറ്റു cos x ആയി പ്ലസ് sin x ആയി. ഈ വാല്യൂസ് അപ്ലൈ. അപ്പൊ എന്താ 1 - cos 0 പറഞ്ഞാൽ എന്താണ് 1 ആണ്, ബൈ 0 ഇൻറ്റു cos 0 1 പ്ലസ് എന്തായി sin 0 0. അപ്പൊ അഗെയിൻ 1 - 1/0. അപ്പൊ 0/0 ഫോമിലേക്ക് വീണ്ടും വന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യുക ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ഡിഫറൻഷ്യൽ ചെയ്താൽ 0 ആണ്, കോസിന് ഡിഫറൻഷ്യൽ -sin x ആണ്, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പൊ പ്ലസ് sin x ആയി. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -x ഇൻറ്റു sin x പ്ലസ് cos x പ്ലസ് cos x അല്ലെ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആണ് അല്ലെ, cos x ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താണ് ഈക്വൽ ടു ഒന്നുകൂടി അറേഞ്ച് ചെയ്യാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ, 2 cos x. അപ്പൊ sin x ബൈ -x ഇൻറ്റു sin x പ്ലസ് 2 cos x ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ sin 0 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ sin 0 ബൈ അല്ലെ അടുത്ത് 0 ഇൻറ്റു sin 0 പ്ലസ് 2 ഇൻറ്റു cos 0. അപ്പൊ വാല്യൂറ്റി എന്താ 0 ബൈ ഈ 0 ആണ്, ഇവിടെ 2 ഇൻറ്റു അല്ലെ 0 പ്ലസ് 2 ഇൻറ്റു 1 0 ബൈ എന്തായി 0 പ്ലസ് 2 ഈക്വൽ ടു 0/2 എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ 0 ആണ് കിട്ടിയത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഇൻറ്റു sin x മൈനസ് 1/x² അല്ലെ. ഇത് നവംബർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തന്ന ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഇൻറ്റു sin x മൈനസ് 1/x². ഈ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്താൽ എന്ത് കിട്ടും 1/0
into 0 1 by 0 that is infinity minus infinity form ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഫോമിലേക്ക് വരണം? 0 by 0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലേക്ക് വരണം. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്താ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു എക്സ് അല്ലെ എക്സ് സ്ക്വയർ ആണ് എക്സ് ക്യൂബ് ബൈ സൈൻ എക്സ് ആയി അല്ലെ. മുകളിൽ നിന്ന് ഒരു എക്സിന് ഔട്ട് സൈഡ് എടുത്താൽ താഴെ ഒരു എക്സ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മുകളിൽ നിന്ന് ഒരു എക്സിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എക്സ് ഇൻ മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് സൈൻ എക്സ്. അപ്പോൾ എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ അല്ലെ എക്സ് സ്ക്വയർ സൈൻ എക്സ് ആയി. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 0 മൈനസ് 0 അപ്പോൾ 0 ആയി. ഇവിടെ 0 ഇൻറ്റു 0 അപ്പോൾ എന്തായി 0 by 0 ഫോമിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഓപ്പറേറ്റർ റൂള് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് മുകളിൽ ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 സൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇതിന്റെ പ്രൊഡക്റ്റ് റൂള് അല്ലെ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ആണ് എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് 2x ആണ് സൈൻ എക്സ് കിട്ടും ഈക്വൽ ടു ഇനി എന്താ ലിമിറ്റ് അപ്ലൈ. അപ്പോൾ എന്താ 1 മൈനസ് കോസ് 0 വരും ബൈ 0 ഇൻറ്റു കോസ് 0 വരും പ്ലസ് 2 ഇൻറ്റു 0 ഇൻറ്റു സൈൻ 0 അല്ലെ. അപ്പോൾ അഗെയിൻ 1 മൈനസ് 1 ബൈ 0 പ്ലസ് 0 അപ്പോൾ എന്താ 0 by 0 എഗെയിൻ വന്നു. അപ്പോൾ വീണ്ടും ഇതിന്റെ എൽ ഓപ്പറേറ്റർ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അപ്പോൾ എന്താ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി 0 കോസിനെ ഡിഫറൻഷിയേറ്റ് എന്തായി സൈൻ മൈനസ് സൈൻ അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി സൈൻ എക്സ് ഡിവൈഡ് ബൈ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ 2x കോസ് എക്സ് ഇനി പ്ലസ് ഇനി ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ആയി പ്ലസ് ഇതിന്റെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2x അല്ലെ കോസ് എക്സ് കിട്ടി പ്ലസ് 2 ഇൻറ്റു അല്ലെ സൈൻ എക്സ് ആയി. ഇനി ഇതിൽ ഒന്ന് മാറ്റി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടെന്ന് നോക്കുക അല്ലെ. ഇവിടെ 2x കോസ് എക്സും ഉണ്ട് ഇവിടെ ഒരു 2x കോസ് എക്സും ഉണ്ട് അല്ലെ. അത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്തായി 4 കോസ് എക്സ് കിട്ടും. ഇനി ഇവിടെ ഒരു എക്സ് സ്ക്വയർ അല്ലെ മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഉണ്ട് അത് ഒരുമിച്ച് എഴുതാം ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ അല്ലെ 2x കോസ് എക്സും 2x കോസ് എക്സും എന്തായി 4x കോസ് എക്സ് ആയി. ഇനി പ്ലസ് എന്തായി 2 സൈൻ എക്സ് ആയി. ഇനി മൈനസ് എന്തായി എക്സ് സ്ക്വയർ സൈൻ എക്സ് ആയി. അപ്പോൾ വാല്യൂ വീണ്ടും കൊടുക്കുമ്പോൾ സൈൻ 0 0 ആണ് അല്ലെ. ഇവിടെയും എക്സ് ഉണ്ടായിട്ട് 0 ആയി ഇവിടെ സൈൻ 0 0 ആയി ഇതിന് എക്സ് അപ്പോൾ എഗെയിൻ എന്തായി വന്നു 0 by 0 ഫോം വന്നു. അപ്പൊ എന്ത് ചെയ്യുക എഗെയിൻ എൽ ഓപ്പറേറ്റർ റൂള് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് കോസ് എക്സ് കിട്ടി ഓൾ ഡിവൈഡ് ബൈ അല്ലെ അടുത്ത താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6 കോസ് എക്സ് മൈനസ് 6x ഇൻറ്റു സൈൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ്. ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കോസ് 0 ബൈ 6 ഇൻറ്റു കോസ് 0 മൈനസ് 6 0 ഇൻറ്റു സൈൻ 0 0 സ്ക്വയർ ഇൻറ്റു കോസ് 0 അല്ലെ. അപ്പോൾ 1 ബൈ 6 ഇൻറ്റു 1 ടോട്ടൽ ബാക്ക് 0 ഇപ്പം എന്താ 1 by 6 ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്. അടുത്തത് ദ ഡിറ്റർമിനന്റ് ഫോം ഓഫ് 1 raised to infinity or 0 raised to 0 or infinity raised to 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു എക്സ് അല്ലെ. തന്ന ഫംഗ്ഷൻ എടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു എക്സ് ആണ്. അപ്പൊ ലിമിറ്റ് എന്താ കൊടുക്കുക 0 റൈസ് ടു 0 വരും അല്ലെ. അപ്പൊ ഈ ഫോമിലേക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പവറിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ രീതി ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ തന്ന ഫംഗ്ഷൻ എന്താക്കി എടുത്താൽ ഈ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് എടുക്കുക. ഇനി എന്ത് ചെയ്യുക ഇതിന് ടേക്കിംഗ് ദി ലോഗരിതം ഫംഗ്ഷൻ എടുക്കുക. അപ്പൊ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി ലോഗ് എക്സ് റൈസ് ടു എക്സ് അല്ലെ. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ലോഗ് എ ആണ്. അപ്പൊ അതിലേക്ക് മാറ്റി എക്സ് ഇൻറ്റു ലോഗ് എക്സ് വരും. ഇത് നമ്മൾ ഒരിക്കൽ ചെയ്തതായിരുന്നു ഈ രീതിയിൽ. ഇനി എന്താ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 0 ഇൻറ്റു ലോഗ് 0 ഇൻഫിനിറ്റി. അപ്പൊ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആയി. അപ്പൊ നമുക്ക് ഏത് ഫോമിലേക്ക് വരണം അല്ല 0 by 0 ഫോമിലേക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് വരണം. അപ്പൊ ഈ എക്സ് നിന്ന് മാറ്റി ചെയ്താൽ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ബൈ 1 by x ആക്കി മാറ്റി എഴുതി. അപ്പൊ ഇത് ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 0 ഇൻഫിനിറ്റി ആണ്
1/0 എന്ന് അല്ലെ 1/0 ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് വന്നു. ഇനി ഇതിന് എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ഡിഫറൻഷിയേറ്റ് 1/x ആയി, ഇതിന് ഡിഫറൻഷിയേറ്റ് മൈനസ് 1/x² ആയി അല്ലെ. അപ്പോൾ 1/x പഠിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/1/x മൈനസ് ഉണ്ട്. അപ്പോൾ എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ. അപ്പൊ മൈനസ് എക്സ് വരും. അപ്പൊ വാല്യൂ കൊടുത്തെന്ന് കിട്ടും അല്ലെ 0 ആണ് വാല്യൂ കൊടുത്ത് കിട്ടുക. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വാല്യൂ 0 കിട്ടി. നമുക്ക് ലോഗ് അല്ല വേണ്ട വെറും എഫ് ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ത്രൂ ഔട്ട് എടുക്കുക. അപ്പൊ എന്താവും നമുക്ക് എക്സ്പോണൻഷ്യൽ റിസൾട്ട് അറിയാം e റൈസ് ടു ലോഗ് z ആണെങ്കിൽ z ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e റൈസ് ടു 0 e റൈസ് ടു 0 1 ആണ്. ഇനി ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വെറും എഫ് ഓഫ് എക്സ് ആയി മാറും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. നമുക്കറിയാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ എക്സ് റൈസ് ടു എക്സ് ആണ്. അപ്പൊ ഈക്വൽ ടു 1 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 1/1 മൈനസ് എക്സ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 1/1 മൈനസ് എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 റൈസ് ടു 1/1 മൈനസ് 1 1 റൈസ് ടു ഇൻഫിനിറ്റി ഫോമായി അല്ലെ. അപ്പൊ നമുക്ക് എന്താ ഇതിനെ ഡയറക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഈ പവർ റൂളിലേക്ക് വന്നതുകൊണ്ട് ഇതിനെന്താക്കി എടുക്കുക ഒരു എഫ് ഓഫ് എക്സ് ആക്കി സെലക്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/1 മൈനസ് എക്സ് ആക്കി എടുത്തു. ഇനി എന്ത് ചെയ്യാം ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലോഗിന്റെ എടുക്കുമ്പോൾ എന്താ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 മൈനസ് എക്സ് ഇൻറ്റു ലോഗ് എന്തായി എക്സ് ആയി. ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്താണ് എക്സ് ടെൻസ് ടു 1 ആണ് അല്ലെ. എഫ് ഓഫ് ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലെ. ഞാൻ ഇതിന് താഴെ ലോഗ് എക്സ് ബൈ 1 മൈനസ് എക്സ് എന്തായി ഈക്വൽ ടു അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 1/1 മൈനസ് 1 ലോഗ് 1 0 ആണ്. ഇവിടെ എന്താണ് 0. അപ്പൊ 0/0 ഫോമിലേക്ക് വന്നു. അപ്പൊ ഇതിന് എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ. അപ്പൊ എന്ത് ചെയ്യാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് 1 ആയി ഈക്വൽ ടു ഈ മൈനസിനെ പുറത്തേക്ക് എഴുതി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലെ 1/x ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ മൈനസ് 1 ഇട്ട്. അപ്പൊ എന്ത് ഈക്വൽ ടു കിട്ടിയ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ ടി അല്ലെ മൈനസ് 1 ആയിട്ട്. ഇനി ടേക്കിന്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പൊ എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 e റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് 1. ഇതിനെങ്ങനെ മറ്റേ 1/e ആക്കി എഴുതാം. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/e. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്തായിരുന്നു അല്ലെ എക്സ് റൈസ് ടു 1/1 മൈനസ് എക്സ് ഈക്വൽ ടു 1/e ആണ് കിട്ടിയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x all raised to tan x അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x all raised to tan x. ഇപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ sin 0 0 ആണ്. tan 0 പറഞ്ഞാൽ എന്താണ് 0. അപ്പൊ 0 റൈസ് ടു 0 എന്ന ഫോമിലേക്ക് വന്നു. അപ്പൊ ഇത് പവർ റൂളിലേക്കാണ് വന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യുക ഇതിനെ മൊത്തത്തിലൊരു എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പൊ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin x all raised to tan x ആക്കി എടുത്തു. ഇനി എന്ത് ചെയ്യാം ലോഗ് ഉപയോഗിക്കുക. ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്താണ് എക്സ് ടെൻസ് ടു 0 എന്താണ് ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിനൊന്ന് മാറ്റി എഴുതാൻ ടാൻ എക്സിനെ താഴോട്ട് കൊണ്ടുപോകാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ല ടാൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആക്കിയത്. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് 0 ഇൻറ്റു സൈൻ 0 0 അപ്പോൾ ഇൻഫിനിറ്റി 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലേക്ക് വന്നു. നമുക്ക് ഏത് ഫോമിലേക്കാണ് 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്ക് വരുന്നത്. അപ്പൊ ടാൻ എക്സിന് താഴോട്ട് കൊണ്ടുപോയി. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് സൈൻ എക്സ് ബൈ ഇവിടെ എന്തായി വരിക കോട്ട് എക്സ് ആയി വരും. അപ്പൊ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ അല്ല 0 അല്ല എന്തായി സൈൻ 0 0. അപ്പൊ ലോഗ് 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. കോട്ട് 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി ഫോം വന്നല്ലോ. അപ്പൊ ഇതിന്റെ എൽ ഹോപ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാം. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 log f of x equal to log sin x ഡിഫറൻഷ്യൽ 1/sin x ഇൻറ്റു sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ cos x ആണ്. ഇനി cot x ഡിഫറൻഷ്യൽ മൈനസ് cos സ്ക്വയർ x ആണ്. അപ്പൊ ഇത് എന്തിട്ട് cot x ബൈ ഇതിനെ c സ്ക്വയർ എക്സിന് ഒന്നുകൂടി മാറ്റി ചെയ്താണെങ്കിൽ എന്താണ് അല്ലെ
സൈൻ സ്ക്വയർ എക്സ് ആക്കി മാറ്റി എഴുതാം, മേലോട്ട് കൊണ്ടുപോയിട്ട്. ഓക്കെ, ഇനി കോട്ട് എക്സിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. എന്താണ്? കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് അല്ലെ. ഒരു സൈനും വെട്ടിപ്പോയി. അപ്പൊ എന്താ ഇവിടെ കിട്ടി? മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് കിട്ടി അല്ലെ. ഇവിടെയൊക്കെ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ ഇവിടെയും എന്നിട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ ലിമിറ്റ് അപ്ലൈ. അപ്പൊ എന്താ? മൈനസ് സൈൻ 0 ഇൻറ്റു കോസ് 0 ഈക്വൽ ടു 0 ഇൻറ്റു 1 ഈക്വൽ ടു എന്തിട്ടി? 0 കിട്ടി. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താണ്? ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ 0 ആണ്. എന്തൊക്കെ ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്താവും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 0. ഇ റേസ് ടു 0 1 ആണല്ലോ. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ കിട്ടിക്കുന്നത്? സൈൻ എക്സ് ഓൾ റേസ് ടു ടാൻ എക്സ് ആണ്. അപ്പൊ ഈക്വൽ ടു എന്നിട്ട് 1 കിട്ടി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു 1 ബൈ എക്സ്. അപ്പൊ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു 1 ബൈ എക്സ്. ലിമിറ്റ് അപ്ലൈ എന്താവും? ഇൻഫിനിറ്റി റേസ് ടു 1 ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി റേസ് ടു 0 അല്ലെ. അപ്പൊ അത് പവർ ഫംഗ്ഷനിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്തതിനെ ഈ ടേമിന് മൊത്തം എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പൊ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 ബൈ എക്സ്. ഇതിനെ ലോഗ് ഉപയോഗിക്കുക. ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആക്കി എടുക്കുക. ഇതിനൊന്നുകൂടി അറേഞ്ച് ചെയ്യണമെങ്കിൽ ലോഗ് എക്സ് ബൈ എന്തായി? എക്സ് ആക്കി. ഇനി ലിമിറ്റ് അപ്ലൈ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് ബൈ എക്സ് അല്ലെ. ഇപ്പോൾ വാല്യൂ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് വന്നു അല്ലെ. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പൊ എന്ത് നമുക്ക് ഉപയോഗിക്കാം? എൽ ഓപ്പറേറ്റർ റൂൾ. അപ്പൊ അല്ലെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ബൈ എക്സ് കിട്ടും. ഇത് 1 കിട്ടും. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ ഇൻഫിനിറ്റി അല്ലെ 1 ബൈ എക്സ് കിട്ടും. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 കിട്ടും. അപ്പൊ എന്ത് ഈക്വൽ ടു നമുക്ക് കിട്ടിയത്? അല്ലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നിട്ട് 0 കിട്ടി. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 0 ആണ് 1. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ എക്സ് റേസ് ടു 1 ബൈ എക്സ് ആണ്. വാല്യൂ 1 കിട്ടി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് ഈക്വൽ ടു ഇ. അപ്പൊ ഇത് റിസൾട്ട് ആക്കിയും ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. അപ്പൊ തന്നെന്താണ് പറഞ്ഞത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് 1 അല്ലെ എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1 റേസ് ടു 1 ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലേക്ക് വരും അല്ലെ. അപ്പൊ ഇൻഡിറ്റർമിനന്റ് ഫോമിന്റെ പവർ റൂൾ. അപ്പൊ ഈ ടേമിന് എന്താക്കി എടുക്കുക? ലോഗ് എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പൊ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തുവരും? 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് ആക്കി എടുക്കുക. ഇനി എന്ത് ചെയ്തതിന്? ലോഗ് അപ്ലൈ. ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ്. ഇനി അടുത്തെന്താണ്? ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ്. ഈ ലിമിറ്റ് അപ്ലൈ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് അല്ലെ. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 1 ബൈ 0. ഇപ്പൊ ലോഗ് 1 ആണ് 0. അപ്പൊ 0 ബൈ 0 ഫോമിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എൽ ഓപ്പിറ്റൽ റൂള് അപ്ലൈ. അപ്പൊ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതെന്താ? 1 ബൈ 1 പ്ലസ് എക്സ്. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആയി. എക്സിന് ഡിഫറൻഷിയേറ്റ് 1 കിട്ടി അല്ലെ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അപ്പൊ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്തായി? 1 ബൈ 1 പ്ലസ് എക്സ്. അപ്പൊ എന്താ? 1 പ്ലസ് 1 പ്ലസ് 1 അല്ലെ. 0 കൊടുത്താൽ എന്താ? ഇവിടെ 0 അല്ലെ. എക്സിന്റെ വാല്യൂ 0, ഇവിടെ 0 കിട്ടി. അപ്പൊ എന്തായി? ആൻസർ 1 കിട്ടി. അപ്പൊ എന്ത് ഈക്വൽ ടു കിട്ടിയ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യുക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു 1 ബൈ എക്സ് ഈക്വൽ ടു ഇ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ. ഇത് റിസൾട്ട് ആക്കി ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. തന്ന ഫംഗ്ഷൻ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് അല്ല കിട്ടി അല്ലെ. ഇനി ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 1 ബൈ അല്ലെ ഇൻഫിനിറ്റി ഓൾ റേസ് ടു ഇൻഫിനിറ്റി എന്തായി? 1 റേസ് ടു ഇൻഫിനിറ്റി വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാറില്ല അല്ലെ. തന്ന ഇതിനെ ഒരു എഫ് ഓഫ് എക്സ് ആക്കി എടുക്കും. അപ്പോൾ 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റേസ് ടു എക്സ് ആക്കി. ഇനി ടേക്ക് ദി ലോഗരിതം ബോത്ത് സൈഡ്സ്. അപ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു
ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ്. ഈ ലിമിറ്റ് അപ്ലൈ. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ്. ഈ ലിമിറ്റ് അപ്ലൈ ഉണ്ടോ? ഇൻഫിനിറ്റി ഇൻറ്റു ലോഗ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആയി അല്ലേ? അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്യണം ഏത് അല്ലേ? അല്ലെങ്കിൽ 0/0 ഫോം വരണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന ഫോമിലേക്ക് വരണം. അതിനു വേണ്ടി ഈ എക്സിനെ താഴോട്ട് കൊണ്ടുപോവുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ്. ബൈ ആണ് 1 ബൈ എക്സ് ആക്കിയത്. ഓക്കെ, എക്സ് താഴോട്ട് പോകുമ്പോൾ 1 ബൈ എക്സ് ആണ്. അപ്പം ഇനി ലിമിറ്റ് ഇവിടെ എന്താവും? ലോഗ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇവിടെയും അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ? 1 ബൈ ഇൻഫിനിറ്റി അറിയുമ്പോൾ 0. അപ്പോൾ 0/0 ഫോമിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്ത് എൽ ഓപ്പിറ്റൽ റൂള് അപ്ലൈ. അപ്പോൾ താഴെ മുകളിലും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ? 1 ബൈ ലോഗ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് ഇൻറ്റു പിന്നെ ആ ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് അല്ലെ 1 ബൈ എക്സ് ഇൻറ്റു ഈ ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ബൈ എക്സിന്റെ ഡിഫറൻഷ്യൽ മൈനസ് എക്സ് സ്ക്വയർ ആയി. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ? ഇവിടെ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ, ഇവിടുത്തെ മൈനസ് എക്സ് സ്ക്വയർ വെട്ടിപ്പോൾ 1 ബൈ 1 പ്ലസ് 1 ബൈ എക്സ് വരും. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ബൈ 1 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് 0 ഈക്വൽ ടു 1 കിട്ടി. ഇപ്പൊ എന്ത് ഈക്വൽ ടു ആണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടി. ഇനി ലോഗ് ഒഴിവാക്കണം. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത് അല്ലെ? 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ കിട്ടി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.